ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് സാമൂഹ്യശാസ്ത്ര ക്വിസിൻ്റെ HSS വിഭാഗം സബ് ജില്ലാ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ശുഭാംശു ശുക്ലയെ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെത്തിച്ച ദൗത്യം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ആക്സിയം 4. ഇന്ത്യയുടെ ഭരണഘടന ജനങ്ങൾക്കു വേണ്ടി ജനങ്ങളുടെ പ്രതിനിധികളാൽ രൂപീകരിക്കപ്പെട്ടതാണ്. ഭരണഘടനാ നിർമ്മാണ സമിതി എന്ന ജനകീയ സമിതിയാണ് ഭരണഘടന നിർമ്മിച്ചത്. 2 വർഷം 11 മാസം 17 ദിവസം നിരവധിയായ ചർച്ചകൾ, സംവാദങ്ങൾ, ആലോചനകൾ, വിവിധ കമ്മിറ്റികൾ, വ്യക്തികൾ, വൈവിധ്യത്തിൻ്റെ ആഘോഷം. ഭരണഘടനയുടെ രൂപീകരണ പ്രക്രിയയുമായി ബന്ധപ്പെട്ട് ഏത് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു രാജേന്ദ്ര പ്രസാദ്? ഉത്തരം സ്റ്റിയറിംഗ് കമ്മിറ്റി. സോളിഡസ് എന്ന പേരിൽ സ്വർണ്ണ നാണയം പുറത്തിറക്കിയ റോമൻ ചക്രവർത്തി ആര്? ഉത്തരം കോൺസ്റ്റന്റൈൻ. അഗ്നിപർവ്വത സ്ഫോടനത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ലാവ ദ്രവ സ്വഭാവമുള്ളതിനാൽ അത് കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുന്നു. ഇത് ഫ്ലഡ് ബസാൾട്ട് പരപ്പുകൾ എന്നറിയപ്പെടുന്നു. ഇന്ത്യയിലെ ഫ്ലഡ് ബസാൾട്ട് പ്രൊവിൻസിന് ഉദാഹരണം ഏതാണ്? ഉത്തരം ഡെക്കാൻ ട്രാപ്പ്. 5. ചരങ്ങളുടെ സഹബന്ധത്തിന് സംഖ്യാപരമായ മൂല്യം നൽകാതെ ചരങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ സ്വഭാവം ചിത്രരൂപേണ വ്യാഖ്യാനിക്കുന്ന ഉപാധിയാണ് ചിത്രത്തിൽ കാണുന്നത്. ഇത് ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം സ്കാറ്റർ ഡയഗ്രം. ഫ്രാൻസിയായുടെ വടക്കൻ പ്രദേശത്തെ ഉപ്പു തടാകമായ എയാസിയുടെ സമീപത്ത് വസിച്ചിരുന്ന വേട്ടയാടൽ ശേഖരണ സമൂഹം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ഹഡ്സ. 7. 1997 ജപ്പാനിലെ ക്യോട്ടോയിൽ നടന്ന അന്തർദേശീയ ഉച്ചകോടിയിലാണ് ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന അന്തർദേശീയ ഉടമ്പടി അംഗീകരിച്ചത്. ഇതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? ഹരിതഗൃഹവാതകങ്ങളുടെ പ്രസരണം ഒഴിവാക്കുക. 8. ഏത് സിനിമയിലെ അഭിനയത്തിനാണ് വിജയരാഘവന് സഹനടനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത്? ഉത്തരം പൂക്കാലം. ഉഷ്ണമേഖലാ സമുദ്രങ്ങളിൽ ഒരു ഗർത്തത്തിന് ചുറ്റുമായി കാണുന്ന ഉയരം കുറഞ്ഞ പവിഴ ദ്വീപ്? ഉത്തരം അറ്റോൾ. 10. അൽ ഇസ്ലാം എന്ന മാസിക പ്രസിദ്ധീകരിച്ചതാരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. 11. ISO സർട്ടിഫിക്കറ്റ് ലഭിച്ച ഇന്ത്യയിലെ ആദ്യ ജൈവ സാങ്കേതിക കമ്പനി ഏത്? ഉത്തരം ബേക്കൺ ഇന്ത്യ. ഭരണഘടനയുടെ ഏത് വകുപ്പ് പ്രകാരമാണ് ഇന്ത്യയിൽ സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്? ഉത്തരം 324. 13. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയുമായി ഏറ്റുമുട്ടുന്നതിന് ഡച്ചുകാരെ സഹായിച്ച പീരങ്കിപ്പട ഏതു രാജ്യത്തു നിന്നുമാണ് എത്തിച്ചേർന്നത്? ഉത്തരം സിലോൺ, ശ്രീലങ്കയാണ് കേട്ടോ. സിറസ്, ക്യുമുലസ്, സ്ട്രാറ്റസ് മേഘങ്ങളുടെ ചിത്രമാണ് നൽകിയിട്ടുള്ളത്. ഇതിൽ ഏറ്റവും ഉയർന്ന വിതാനത്തിൽ കാണുന്ന മേഘം ഏത്? ഉത്തരം സിറസ്. 15. ഇലോൺ മസ്കിൻ്റെ സ്പേസ് എക്സ് കമ്പനിയുടെ സാറ്റലൈറ്റ് അധിഷ്ഠിത ഇൻ്റർനെറ്റ് സംവിധാനം ഏത്? ഉത്തരം സ്റ്റാർലിങ്ക്. മലബാർ പിടിച്ചടക്കിയ ടിപ്പു സുൽത്താൻ്റെ കോഴിക്കോട് ഉണ്ടായിരുന്ന ആസ്ഥാനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഫറൂഖാബാദ്. ഉയരം കൂടുന്നതിനനുസരിച്ച് താപം കുറയുന്നതിന് താപനഷ്ട നിരക്ക് എന്ന് പറയുന്നു. എന്നാൽ ചിലപ്പോൾ ഇതിന് വിപരീതമായി സംഭവിക്കാറുണ്ട്. ഈ പ്രതിഭാസം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം താപവിപര്യായം. 18. കേരളത്തിൽ 1861 മദ്രാസ് റെയിൽവേ കമ്പനി റെയിൽവേ ലൈൻ നിർമ്മിക്കുന്നത്. ഇത് ഏത് സ്ഥലം മുതൽ ഏത് സ്ഥലം വരെയാണ്? ഉത്തരം ബേപ്പൂർ മുതൽ തിരൂർ വരെ. ബഹിരാകാശത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷത്തിൻ്റെ പാളി? ഉത്തരം എക്സോസ്ഫിയർ. 20. ചിരിക്കൂ, ഞങ്ങളൊപ്പമുണ്ട്. കേരളത്തിലെ വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന അതിക്രമങ്ങൾക്ക് പരിഹാരം കാണുന്നതിനായി കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതി? ഉത്തരം സുരക്ഷാമിത്രം. ഇനി ടൈ ക്വസ്റ്റ്യൻസും കൂടി നോക്കാം. 1. ചിത്രത്തിൽ കാണുന്ന ലോഗോ ഏത് സംഘടനയുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം യൂറോപ്യൻ യൂണിയൻ. വേദാധികാര നിരൂപണം കേരളത്തിലെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെ കൃതിയാണ്. ആരാണ് അദ്ദേഹം? ഉത്തരം ചട്ടമ്പി സ്വാമികൾ. 3. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ വനചൂഷണത്തിനെതിരെ ഗോത്ര കലാപത്തിന് നേതൃത്വം നൽകിയ നേതാക്കളുടെ ചിത്രമാണിത്. അവർ നയിച്ച കലാപം ഏത്? സന്താൾ കലാപം.
ഇന്ത്യൻ ഭരണഘടനയിലെ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആശയങ്ങൾ ഏത് രാജ്യത്ത് നിന്നാണ് എടുത്തിട്ടുള്ളത്? ഉത്തരം ഫ്രാൻസ്. റോക്കി പർവ്വതങ്ങളിൽ നിന്ന് ആരംഭിച്ച് മെക്സിക്കോയിലെ കാലിഫോർണിയ ഉൾക്കടലിലേക്ക് ഒഴുകുന്ന നദിയാൽ സൃഷ്ടിക്കപ്പെട്ട ബൃഹത്ഗിരി കന്ധരമാണിത്. ഏതാണ് നദി? ഉത്തരം കൊളറാഡോ നദി. എൻ്റെ മക്കൾ ഇനിയും നന്നായിട്ട് പഠിക്കുക, എല്ലാ ക്വിസിനും പങ്കെടുക്കുക.